വിസ്ഡം ഇസ്ലാഹി സെൻ്ററിൻ്റെ നേതാക്കളെ, ഭാരവാഹികളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറെ സമ്പന്നമായ ഒരു സദസ്സിന് മുമ്പാകെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് അത്യധികം ആഹ്ലാദമുണ്ട്. അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടലും ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഏതാണ്ട് 3.5 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മസ്കത്തിൽ വരുവാനും ഇസ്ലാഹി സെൻ്ററിൽ കയറി വന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുവാനും കഴിഞ്ഞതിൽ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും നാം ശ്രമിച്ചു കഴിഞ്ഞു ഈ ഇസ്ലാഹി സെൻ്റർ എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയുള്ള. ചുരുക്കത്തിൽ അവർ പറയാൻ ഉദ്ദേശിച്ചത് ഈ കൂട്ടായ്മ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കുവാനുള്ളതാണ്, ദഅ്വ പ്രവർത്തന മേഖലയിൽ മുന്നേറുവാനുള്ളതാണ്. ആ ശ്രമത്തിൽ നാം ഓരോരുത്തരും നമ്മുടേതായ ഭാഗധേയം നിർണയിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുക്കും യൻസുറുക്കുമുല്ലാഹ് വയുസബ്ബിത് അഖ്ദാമക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുക, എന്നാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുക, അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുക, ദഅ്വത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തിറങ്ങുക, തങ്ങളാൽ കഴിയുന്ന ഏത് തരത്തിലും അതുമായി സഹകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സഹകരിക്കുമ്പോൾ പല മേഖലകളിലും നമുക്ക് നമ്മുടേതായ പങ്ക് നിർവഹിക്കുവാൻ സാധിക്കും. നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ ഇടപെടൽ കൊണ്ട്, അതുമല്ലെങ്കിൽ നമ്മുടെ വിവരസാങ്കേതിക വിദ്യയിലുള്ള കഴിവ് കൊണ്ട്, അതുമല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഈ കൂട്ടായ്മയെ നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കുവാൻ പറ്റുന്നതാണ്. ദഅ്വ പ്രവർത്തനം എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് ആലിമ്യങ്ങൾ വേണം, പ്രഭാഷകന്മാർ വേണം. പക്ഷേ ആ ഒരു പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് നമ്മുടേതായ പങ്ക് നിർവഹിക്കാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഏതൊരു മേഖലയിലും നമുക്ക് നമ്മുടേതായ പങ്ക് നിർവഹിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം നമുക്ക് എന്തൊക്കെ കഴിവ് ഉണ്ടോ അതൊന്നും നമ്മുടേതായ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല,
അതിന് അള്ളാഹുവിൻ്റെ വേണ്ടുകയോട് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ടാണ് ആ കഴിവുകൾ അല്ലെങ്കിൽ ആ സമ്പത്ത് അല്ലെങ്കിൽ ആ പദവികൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ അവസരത്തിൽ നാം അത് വിനിയോഗിക്കാതെ അഥവാ ദഅ്വാ പ്രവർത്തന മേഖലയിൽ നമ്മുടെ പങ്ക് ഇതിൽ നിന്നും ചെലവഴിക്കാതെ നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഭാവിയിൽ ഖേദിക്കേണ്ടി വരും. കാരണം അള്ളാഹു തന്ന സമ്പത്ത് അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ മറ്റൊരു അനുഗ്രഹം അത് പെട്ടെന്ന് നീക്കിക്കളയുവാൻ അള്ളാഹുവിന് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റുവാൻ നമ്മുടെ മരണം കാരണമായി വന്നു ഭവിച്ചേക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ പൂർണ്ണമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂറത്തുൽ ബഖറയിലെ 155-ാം ആയത്തിൽ കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنْ أَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ഈ ആയത്തിൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്ന കാര്യമാണ് അറിയിക്കുന്നത്. അത് 5 വിധേനയാണ് പരീക്ഷിക്കുന്നത്. 5-ൽ ഏതെങ്കിലും ഒരു വിധേന. ഒന്ന് പറയുന്നത് ഭയം, രണ്ടാമതായിട്ട് പട്ടിണി, മൂന്നാമതായിട്ട് സ്വത്ത് നഷ്ടം, പിന്നീട് ആൾ നഷ്ടം, അവസാനമായി പറയുന്നത് വിഭവങ്ങളുള്ള കുറവ്, നഷ്ടം. ഈ ഭയം എന്ന് പറയുമ്പോൾ നമുക്ക് ഭാവിയിൽ വന്നു ഭവിക്കാവുന്ന എന്തെങ്കിലും പ്രയാസങ്ങളെക്കുറിച്ചുള്ള വികാരമാണ് ഭയം എന്നുള്ളത്. അപ്പോൾ ആ ഭയം മൂലം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും താറുമാറായി പോകും. അപ്പോൾ ആ ഭയത്തെ നമ്മൾ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പട്ടിണി എന്ന് പറയുന്നത് ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കും. അപ്പോൾ നാം അതിൽ പതറിപ്പോകാതെ അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. പിന്നീട് 3 നഷ്ടങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് സമ്പത്തിൻ്റെ നഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, സമ്പത്ത് അള്ളാഹു തന്നതാണ്. നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ ആണ് എന്ന് നമ്മൾ അഹങ്കരിക്കാതെ അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ നമുക്ക് ലഭിച്ചതാണത്. അത് എപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് വേണ്ട വിധത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കേണ്ടതാകുന്നു. അതുപോലെ പിന്നീടുള്ള ഒരു പരീക്ഷണമാണ് ആൾ നഷ്ടം. നമ്മുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ, അവരിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുക, അങ്ങനെയുള്ളൊരു പരീക്ഷണം അള്ളാഹു പറയുന്നുണ്ട്. അവസാനമായി പറയുന്നത് വിളനഷ്ടം, വിള ഉൽപാദനത്തിൽ ഉണ്ടായേക്കാവുന്ന കുറവ്. ചിലപ്പോൾ നമുക്ക് പല കാരണങ്ങളും അതിന് പറയാനാവും. പ്രകൃതിപരമായ ക്ഷോഭം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, അതൊക്കെ ഒരു സബബായിട്ട് അള്ളാഹു കണക്കാക്കുന്നതാണ്. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് അതൊക്കെ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുമാതിരി തന്നെ മറ്റൊരു സൂറത്തിൽ അള്ളാഹു പറയുന്നു, വലനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നിങ്ങളെ നാം പരീക്ഷിക്കും. എന്തുകൊണ്ട്? ബിശ്ശർരി തിന്മ കൊണ്ട്, വൽ ഖൈരി നന്മ കൊണ്ടും, വൽ ഫിത്ന ഒരു പരീക്ഷണം. അപ്പോൾ തിന്മ കൊണ്ടും നന്മ കൊണ്ടും ഒരു പരീക്ഷണം നാം നിങ്ങളെ
പരീക്ഷിക്കുന്നതാകുന്നു. തിന്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ, ദാരിദ്ര്യം. നന്മ എന്ന് പറഞ്ഞാൽ സമ്പത്ത്. അപ്പോൾ അത് രണ്ടുകൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാകും എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാണെന്നാണ്. സമ്പത്തിൻ്റെ ആധിക്യം വരുമ്പോൾ മനുഷ്യൻ മതിമറന്ന് ദൈവത്തിൽ നിന്നും അള്ളാഹുവിൽ നിന്നും അകന്നു പോയേക്കാം. അതാണ് ഈ വചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. തിന്മ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ നാം ക്ഷമയും സഹനവും കൊണ്ട് നാം അതിനെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നന്മ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ നാം അള്ളാഹുവിന് നന്ദിയും കൂറും പുലർത്തുന്ന ഒരു അടിമയായി മാറേണ്ടതുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പലവരും നാം കേൾക്കുന്നതാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസാണത്. സത്യവിശ്വാസിയുടെ കാര്യം ആശ്ചര്യം തന്നെ. അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണമായിത്തീരും. ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ലാത്തൊരു കാര്യമാണ്. അവന് സന്തോഷകരമായത് വല്ലതും ഭവിച്ചാൽ അവൻ നന്ദി കാണിക്കുന്നു. അതുപോലെ അവന് ഉപദ്രവകരമായത് വല്ലതും ഭവിച്ചാൽ അവൻ ക്ഷമയും സഹനവും മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അതും അവന് ഗുണകരമായിത്തീരുന്നു. അനുഗ്രഹത്തിലും സന്തോഷത്തിലും നന്ദി കാണിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ കടമയാണ്. അതേമാതിരി തന്നെ പരീക്ഷണത്തിലും വിഷമഘട്ടത്തിലും ക്ഷമയും സഹനവും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവന് കരണീയമായിട്ടുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം നിരാശ എന്നത് അവനെ ബാധിക്കുകയില്ല. അവനെപ്പോഴും ശുഭാപ്തി വിശ്വാസവുമായി മുന്നേറുന്നവനാണ്. അവൻ അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് എല്ലാം അവൻ്റെ നല്ലതിനു വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി അവൻ എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്നതാണ്. അങ്ങനെ ഉള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാക്കുകയും സ്വീകരണം നൽകുകയും തന്നതിൽ ഇതിൻ്റെ സംഘാടകരോട് ഞാൻ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ ഒരു സ്നേഹസംഗമത്തിൽ തുടർന്ന് നമ്മോട് സംവദിക്കുന്നത് നമ്മുടെ പ്രിയ മുൻ സെക്രട്ടറി അഷ്റഫ് എ.കെ. സാഹിബ് ആവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഹമ്മദ് ഖാ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഞാൻ സെക്രട്ടറി ആയിരുന്നത്. അപ്പം എനിക്കേറെ സഹായവും തണലും ലഭിച്ചൊരു പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നുള്ള തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ സെൻറ്ററിനെ ശരിക്കൊരു ബാധിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു.
അൽഹംദുലില്ലാ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. അതിനും ദീർഘകാലം നമ്മോടൊപ്പം ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് അദ്ദേഹത്തിന് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. പിന്നെ അഹമ്മദ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി നമ്മൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാ പുതിയ പുതിയ ചെറുപ്പക്കാരുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘടനയെ നയിക്കുന്ന ആൾക്കാർ മുന്നിൽ നിന്ന് നയിക്കണമെന്നാണ്. സംഘടന നയിക്കുന്ന ആളെന്നെ ബാക്കിൽ പോയിരുന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആൾക്കാർ പിന്നീട് ഇരിക്കാനും സംഘടന നയിക്കുന്ന ആൾ മുന്നിൽ വന്നിരിക്കണം എന്നൊരു അഭിപ്രായമാണ്. നമ്മളെ ഫ്രണ്ടിലുള്ള ചെയർ ഒരിക്കലും കാലിയായിട്ട് കാണാൻ പാടില്ല. നമ്മളൊരു സദസ്സിനെ കാണിക്കുമ്പോൾ സദസ്സിൻ്റെ ഫ്രണ്ടിലാണ് ആദ്യം കാണിക്കാൻ, ബാക്കല്ല നമ്മൾ കാണിക്കാൻ. ഫസ്റ്റ് ബാക്കിലല്ല നമ്മൾ പോയിട്ടിരിക്കേണ്ടത്, ഫ്രണ്ടിലോട്ട് വന്നിരിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ പറയും. അസ്സലാമു അലൈക്കും. തുടർന്ന് നമ്മോട് സംബന്ധിക്കുന്നത് നമ്മുടെ ബഹുമാന്യായ നിഷാദ് ഖാൻ. നിഷാദ് അദ്ദേഹം നമ്മോട് 2 വാക്ക് ഈ ഒരു സ്നേഹ സംഗമത്തിൽ സംബന്ധിച്ച് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സദസ്സ് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടുത്തെ അഹമ്മദ് സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അഹമ്മദ് സാഹിബിനെ പറ്റി പറയാനുള്ളത് മാഷാ അല്ലാഹ്, പിന്നെ എത്ര ടൈം വർക്ക് ചെയ്താൽ പോലും എപ്പോഴും മൂപ്പരുടെ കയ്യിലൊരു ബുക്ക് ഉണ്ടാവും. ആ ബുക്ക് മൊത്തം നമ്മുടെ സെൻറ്ററിൻ്റെ കണക്കും കാര്യങ്ങളും എഴുതലും, പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല എഫേർട്ടായിരുന്നു അൽഹംദുലില്ലാ മൂപ്പർ ഈ ഇതിനു വേണ്ടി ചെയ്തത്. അപ്പം മൂപ്പർ പോക്കും അതിനുശേഷം പിന്നെ കോവിഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചല്ലോ. പിന്നെ സെൻറ്റർ കുറച്ച് മാറലും പിടിക്കലായി. പിന്നെ മറ്റുള്ള കാര്യം കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇൻഷാ അല്ലാഹ് അശോക് പറഞ്ഞ പോലെ മൂപ്പർ വീണ്ടും ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു അതിനുള്ള ആരോഗ്യ ആഫിയത്തുകളും അദ്ദേഹത്തിന് നൽകട്ടെ. അതുപോലെ ഈ കൂട്ടായ്മ സർവ്വക്ഷമനായ കൊണ്ട് ഒരു സാലിഹ്യങ്ങളായി ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബഹുമാന്യായ ഹിജാസ് സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ ആദർശ സഹോദരങ്ങളെ, സഹോദരിമാരെ, അഹമ്മദ് ഇവിടെ തിരിച്ചെത്തി എന്ന വിവരം വലിയൊരു സന്തോഷം തന്നെയാണ്. ഫാമിലി വിസയിലാണെങ്കിലും വിസിറ്റ് വിസയിലാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് അത് തന്നെ അദ്ദേഹത്തെ തിരിച്ച് ഈ ഒരു കമ്മിറ്റിയിലേക്കും ഈ ഒരു സെൻറ്ററിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്യാം. അതിനുള്ളൊരു മനസ്സിനെ പാകപ്പെട്ടുകൊണ്ട് അദ്ദേഹം തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നല്ല കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു അഹമ്മദ് കൂടെ ഉള്ളപ്പോൾ. ഇവിടെ സെന്ററിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഹൈറായി നല്ല നിലയിൽ നടന്നു പോയിരുന്നു. ഇപ്പോഴും അൽഹംദുലില്ലാ സെന്ററിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. എന്നാലും എൻ്റെ ഓർമ്മയിൽ ഒരു സെൻട്രൽ കമ്മിറ്റി എന്ന നിലക്ക് ആദ്യത്തെ കമ്മിറ്റിയിൽ അഹമ്മദ് പ്രസിഡന്റും ഈയുള്ള ജനറൽ സെക്രട്ടറിയുമായുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. കോവിഡിന്റെ തൊട്ട് മുമ്പ് ആദ്യത്തെ കമ്മിറ്റി അൽഹംദുലില്ലാ വളരെ നല്ല പ്രവർത്തനങ്ങളും നല്ല ഫോളോ അപ്പുകളും കൃത്യമായ മീറ്റിങ്ങുകളും ഒക്കെ നടന്നിരുന്ന എല്ലാ യൂണിറ്റുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ വളരെ കൃത്യമായ സജീവതയോട് പോകാനും ഒക്കെ അഹമ്മദ് പ്രസിഡന്റായ ആ കാലത്ത് നടന്നിരുന്നു. സെൻട്രൽ കമ്മിറ്റി എന്നാൽ ഇപ്പോൾ ഒരു ശോഷിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത്.
അങ്ങനൊരു ഫോളോ അപ്പോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ ഒരു വന്യഭവിച്ച അവസ്ഥയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്കതൊരു നല്ല നിലക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ കമ്മിറ്റിയും ഇപ്പോൾ പുതിയ കമ്മിറ്റിയായി വന്നു. ഇനിയൊരു സലാല കമ്മിറ്റി കൂടി ശേഷം പിന്നീട് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് സെക്രട്ടറി പ്രസിഡന്റുമാരൊക്കെ എത്തുകയും പിന്നെ ഒരു ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റിനെയും തന്നെ തിരഞ്ഞെടുക്കേണ്ട കാര്യം ഇനി മുന്നിലുണ്ട്. അതുകൊണ്ടൊരു ഇൻഷാ അല്ലാഹ് പുതിയ ആളുകളൊക്കെ വന്നാൽ പഴയ ഒരു നല്ല ഒരു രീതിയിലേക്ക് സെൻട്രൽ കമ്മിറ്റി മാറും എന്ന് കരുതുന്നു ഇൻഷാ അല്ലാഹ്. നമുക്കെപ്പോഴും നേതൃത്വം ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു പോരുന്ന ഇസ്ലാഹി സംഘടന, സലഫി സംഘടന ഏതെന്ന് ചോദിച്ചാൽ, ദാവാ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ ആരും ശത്രുക്കൾ പോലും പറയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തന്നെയാണ്. അതിൻ്റെ ഒരു ഒമാൻ ഘടകമാണ് ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. അത് ആദർശപരമായും സംഘടനാപരമായും ഒക്കെ അതേ നിലയിൽ നമ്മളും എത്തിച്ചേരേണ്ടതുണ്ട്. ആദർശപരമായ അൽഹംദുലില്ലാഹ് എല്ലാവരും ഒന്നിച്ചാണെങ്കിലും ആ ഒരു സംഘടനാ സെറ്റപ്പ് കൂടി നമ്മൾ നന്നായ നിലയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഓരോ യൂണിറ്റിലും പിന്നെ അത് സെൻട്രൽ കമ്മിറ്റിയിലും ഒക്കെ ഉഷാറായി വരേണ്ടതുണ്ട്. ആ ഒരു കാലം ഞാൻ ഓർക്കുകയാണ്. മാഷാ അല്ലാഹ് അഹമ്മദ് ഖാൻ പ്രസിഡന്റായിരിക്കുന്ന ഈ സെന്ററിലും വളരെ നല്ല ഹൈറായ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൽ നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു സ്നേഹസംഗമത്തിലേക്ക്. മറ്റുള്ള ആളുകളൊക്കെ സംസാരിക്കാൻ ബാക്കി നിൽക്കുകയാണ്. അള്ളാഹു ഈ ഒരു ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിച്ച് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. وآخر دعوانا الحمد لله رب العالمين. اللهم صل على محمد. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. സെൻട്രൽ കമ്മിറ്റിൻ്റെ കാര്യം പറഞ്ഞത് എല്ലാവരും അറിയപ്പെടുന്നത് പിന്നെ ബർക്ക കമ്മിറ്റി, ബർക്ക പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് സെൻട്രൽ കമ്മിറ്റി ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതാണെങ്കിലും അൽഹംദുലില്ലാഹ് പ്രത്യേകം നമ്മുടെ ഈ മസ്കറ്റ് കമ്മിറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് മുജാഹിദ് ബാലുശ്ശേരി വന്നു പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ കുറച്ച് പ്രവർത്തകർ മുന്നോട്ട് വന്നു. അതുപോലെ മവേല മാർക്കറ്റ് അവിടെ നമ്മളതുപോലെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴായിട്ടില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് ബർക്ക പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ സൂചിപ്പിച്ചെന്നു, അതായത് അൽഖുയർ നമ്മുടെ കുറച്ച് പ്രവർത്തകരൊക്കെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ പുതിയൊരു കമ്മിറ്റി തുടങ്ങാനുള്ളൊരു ഇതുണ്ട്. അതുപോലെ മദ്രസ അവിടെ പല പ്രാവശ്യമായിട്ട് നമ്മുടെ നിഷാദൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടത് അവിടെ തുടങ്ങണം, അത്രയും പെട്ടെന്ന് തുടങ്ങണം, അത്രയും കുട്ടികളും കുടുംബങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ്. ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെന്ററിന് വേണ്ടി, നമ്മുടെ ഈ ദൗത്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്ത്, അതായത് സമ്പത്ത് കൊണ്ടാണെങ്കിലും പിന്നെ ശാരീരികമായിട്ടാണെങ്കിലും എന്താണെങ്കിലും ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ചെലവഴിക്കലാണ്. അത് നമ്മൾക്ക് ഏത് സഹായം നമ്മൾ നൽകുകയാണെങ്കിലും അതിന് പടച്ചവൻ അതിന് തക്കതായ പ്രതിഫലം ഉണ്ടാവും. നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് മാത്രമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടത് തുടർന്നും നിങ്ങളുടെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന അതിൻ്റെ കൂടെ ഒന്ന് ഞാൻ കൂട്ടിച്ചേർത്താണ്. അടുത്തായിട്ട് നമ്മുടെ പിന്നെ ആശംസ 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് നൗഷാദ് ഖാനെ ക്ഷണിച്ചു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മളെ അഹമ്മദ് ഖാനെ ഇതിലിരിക്കുന്ന ഏകദേശം പേർക്ക് അറിയാം എന്ന് എനിക്കറിയാം. പുതിയ ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല. അഹമ്മദ് ഖാനെ കുറിച്ച് പറയുമ്പോൾ അഹമ്മദ് ഖാ പത്നിയുണ്ട്. നമുക്കൊരുപാട് ലേഡീസ് വിങ്ങിൽ ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് അറിവുകളും നൽകിയ പത്നിയെക്കുറിച്ച്, ടീച്ചറായ പത്നിയെക്കുറിച്ച് ഇതിൽ പറയാതെ പോകരുത്. കാരണം അത്രക്കും ഒരുപാട് നമ്മളെ സെൻറ്ററിൻ്റെ വീഴ്ചയിൽ ഒരുപാട് നേതൃത്വം വഹിച്ച ഈ 2 വ്യക്തികളെ ഒരിക്കലും നമുക്ക് ഈ സെൻറ്ററിൽ മറക്കാൻ കഴിയില്ല.
ഇജാസ് പറഞ്ഞതുപോലെ കൊറോണ സമയത്ത് നമ്മൾ ആ സെൻറ്റർ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അന്നൊരു ചെറുപ്പക്കാരനെ പോലെ ഓടി നടന്നുകൊണ്ട് ആ കാലഘട്ടത്തും നമുക്കൊരു മാതൃകയായ അഹമ്മദൊക്കെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ മസ്കറ്റിൽ ഇനി സ്ഥിരമായി ഉണ്ടാവാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ആ ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അത്രക്കും നമുക്കൊരുപാട് നന്മകൾ നൽകിയിട്ടുള്ള രണ്ട് വ്യക്തികൾ, അവർക്ക് ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഈ സെൻറ്ററിന് വേണ്ടി ഉപകാരങ്ങൾ ഉണ്ടായിത്തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശ്വാസം നേർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി അബ്ബാസ് ഖാൻ, വൈസ് പ്രസിഡന്റ് അബ്ബാസ് ഖാൻ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സെൻറ്ററിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രസിഡന്റ് അഹമ്മദ് ഖാനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒപ്പം പ്രവർത്തിച്ചിട്ടോ മറ്റുള്ള വിവരങ്ങൾ എനിക്കില്ല. പക്ഷെ ഞങ്ങളിന്ന് പള്ളിയിൽ കുറച്ച് നേരം ഒന്ന് കൂടി കണ്ടു. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു കുടുംബത്തിലെ ആദർശ ബന്ധുക്കളാണ്. ഇവിടെ നമ്മളെ പ്രസിഡന്റ് സാജിബായി, അതുപോലെ അഹമ്മദ് ഓതിയ ആയത്തുകളിലെല്ലാം ആദർശ ബന്ധത്തിനാണ് മുൻഗണന അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെയും സ്വന്തം കുടുംബത്തെക്കാളും രക്തബന്ധത്തിനേക്കാളും ആദർശ ബന്ധത്തിനാണ് നമ്മൾ ദീനിൽ ഉള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഈ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ബലം, ആ ഒരു സുഖം, ആ ഒരു നന്മയിൽ പങ്കാളികളാകാൻ കഴിയുകയുള്ളൂ എന്നത്. മനസ്സിൻ്റെ വിശാലത തൗഹീദ് ഉൾക്കൊണ്ട ഒരു വ്യക്തിക്ക് ഉണ്ടാവുള്ളൂ എന്നത്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശാലത ഒരു അപാരം തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രവർത്തനവും ഒരു സെൻറ്ററും അതിൻ്റെ തുടക്കക്കാർ ഒരു നന്മ അവർ മുളപ്പിച്ചത് അതിന് വൻ മരമായി അതിൻ്റെ ഫലങ്ങൾ പൊഴിയുകയാണ്. അതെടുക്കുകയാണ് നമ്മൾ. അതിൻ്റെയൊക്കെ ഒരു നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ ഇവിടെ ഏറ്റവും ടെക്നോളജിക്കലായിട്ട് മുമ്പത്തെ സെൻറ്ററിൽ ഞാനൊരിക്കൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബിസിനസ് പരമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ സെൻറ്ററിനേക്കാളിലൊക്കെ എത്രയോ നല്ല രീതിയിലുള്ള ഒരു സെൻറ്ററിലേക്ക് എത്തിപ്പെടുകയും ടെക്നോളജിക്കലായിട്ടും സംഘടനാ വിങ്ങുകളായിട്ടും നമുക്ക് പല ദേശങ്ങളിലും പല പ്രദേശങ്ങളിലേക്കും കയറി ചെല്ലാനടക്കം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാലുശ്ശേരിയുടെ വരവും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രദേശത്ത് നമുക്ക് ഈ തൗഹീദിൻ്റെ വെള്ളി വെളിച്ചവുമായി നമുക്ക് കടന്നു ചെല്ലുവാനും അവരുമായി സംവദിക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവിടെയെല്ലാം ഇതേമാതിരി ഓരോ സെൻറ്ററുകൾ വരുവാനും അവിടെയെല്ലാം QHLSകൾ തുടങ്ങുവാനും വിജ്ഞാനവേദികൾ തുടങ്ങുവാനും കുടുംബ സംഗമങ്ങൾ തുടങ്ങുവാനും ഇതേമാതിരി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടിയിരിക്കുവാനും അവർക്കും നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ ക്ഷണം കൂടെ സ്വീകരിച്ചെത്തിയിട്ടുള്ള അഹമ്മദ് കാക്ക് ദീർഘായുസിന് വേണ്ടിയിട്ടും അവരുടെ പത്നിക്കും ഇവിടെ പറഞ്ഞു, അവരെ കുറിച്ചിട്ടും ഇവിടെ പറഞ്ഞു. താഴ്വാര രംഗത്ത് വുമൻസ് വിങ് നമുക്കിപ്പോൾ പേരിന് ഘടകം എന്നുള്ള പേരിൽ വുമൻസ് വിങ് വന്നിട്ടുണ്ട്. മുമ്പ് വുമൻസ് വിങ് ലേഡീസ് വിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ ഒറ്റ ഒരു ഘടകത്തിലൂടെ പോവുകയായിരുന്നു. ഇന്നിപ്പോൾ 6 ഘടകമായിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റേതായ ഫുൾ ടെക്നോളജിക്കലായി അതിൻ്റെ സിസ്റ്റമാറ്റിക്കായി എല്ലാം അതിന് കൺവീനർമാരായി അതിൻ്റെ ചലനങ്ങൾ നിരീക്ഷണത്തിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകീകൃതമായി കൊണ്ടുപോകാൻ നല്ലൊരു സംവിധാനം നമുക്ക് കേരളത്തിൽ നേതൃത്വത്തിലുണ്ട്. ആ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്ര ബലവത്തായ ദീൻ പ്രചരിപ്പിക്കുവാനും ഹക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കഴിയുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇതിന്നെങ്ങാനും നമ്മൾ തെറിച്ചു പോയാൽ പിന്നുള്ള അവസ്ഥ വളരെ വിഷമകരമായിരിക്കും. അങ്ങനെ പോയവരുടെ കഥകൾ നമ്മളൊന്ന് വെറുതെ അവരെ ഹിസ്റ്ററി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ കൂട്ടായ്മയിൽ എങ്ങനെയെങ്കിലും എന്തൊക്കെ ത്യാഗം സഹിച്ചാലും ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കുവാൻ നമ്മൾ പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം, തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായി പറയുന്നില്ല. നമ്മുടെ വിങ്ങുകളുടെ പ്രചരണം നടക്കുകയാണ്. വിങ്ങുകളുടെ പ്രവർത്തനങ്ങൾ അതാത് വിങ്ങിൻ്റെ കൺവീനർമാർക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. അതിൻ്റെ മദ്രസയുടെ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് മദ്രസ തുറന്ന് അതിൻ്റെ ഫൈനൽ എക്സാമിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത ഇയറിലേക്ക് കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ക്വാഡ് ഇറങ്ങുന്നുണ്ട്. നിങ്ങളെ പരിചയക്കാരിലും കുടുംബക്കാരിലും അയൽവക്കത്തിലുള്ളവരെല്ലാം ഈ സന്ദേശം നിങ്ങൾ എത്തിക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പോസ്റ്ററുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്നും നാളായിട്ട് എഡിറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്തിക്കുകയും ആ മദ്രസയിലേക്ക് ഒരു കുട്ടി, നമ്മളെ പ്രവർത്തകരെ കുട്ടികൾ വേണ്ട, നമ്മളെ പ്രവർത്തകരെ കുട്ടികളല്ല ഉദ്ദേശിക്കുന്നത്, പുറത്തുനിന്നുള്ള നമ്മൾ അറിഞ്ഞ് നമ്മളെ കുത്തുബ കേട്ട് പീസ് റേഡിയോ കേട്ട് അതുപോലെ നമ്മളോട് മനസ്സുകൊണ്ട് അടുപ്പം കാണിക്കുന്ന അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സുന്നി കുടുംബം ഏതോ ആയിക്കോട്ടെ, അവിടുന്ന് ഒരു കുട്ടി നമ്മുടെ മദ്രസയിൽ എത്തിപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ കുടുംബം ഇൻഷാ അല്ലാഹ് തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് വരും. അതിൻ്റെ ചിലപ്പോൾ നമ്മളായിരിക്കും അവരെ ഈ മദ്രസയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അവരുടെ സൽപ്രവർത്തനത്തിൻ്റെ എല്ലാ പങ്കും അവർക്ക് ഒട്ടും കുറയാതെ നമുക്ക് കിട്ടുമെന്ന് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച 26-ാം തീയതി 4:30 പാരൻസ് കൗൺസിലിംഗ് ഫോറം എന്നുള്ള ഒരു ക്യാമ്പ്, അതായത് രക്ഷിതാക്കളെ നമ്മളിവിടെ വിളിച്ച് ഒരു സ്നേഹസംഗമം പോലെ തന്നെ മദ്രസ പാരൻസിനെ മുഴുവനും വിളിച്ച് അവർക്കൊരു കൗൺസിൽ രൂപത്തിൽ ക്ലാസ് എടുത്ത് അവരെ നമ്മൾ പുതിയ അഡ്മിഷനുമായി കുട്ടികൾക്ക് അടുത്ത വാരത്തിൽ നമുക്ക് മദ്രസനെ ഒന്ന് ഡെവലപ്പാക്കാനുള്ള 1, 2, 3, 4 മീറ്റിംഗ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റും മദ്രസ വിങ്ങോടും കൂടി ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സ്റ്റെപ്പ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ എത്തിപ്പെടുന്ന കുട്ടികൾ അത് ഗൗരവത്തിലെടുക്കുവാനും എന്തുകൊണ്ട് മക്കളെ നമ്മൾ ദീൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളത് ഞാൻ എപ്പോഴും സഹപ്രവർത്തകരോട് പറയും. നമ്മൾ വലിയ നഷ്ടക്കാരാണെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും അതിൻ്റെ അപ്പുറത്തുള്ളതും പഠിപ്പിച്ചു. ഇന്ന് മരിച്ചാൽ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ കുട്ടി മയ്യത്ത് നമസ്കരിക്കാൻ തയ്യാറുണ്ടോ, അല്ലെങ്കിൽ ആ പ്രാർത്ഥന അറിയോ, അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഈവൻ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അവനറിയോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. മരിച്ച റബ്ബി ഗഫിർലി വലി വാലിദി എന്ന് പറയാനുള്ള ഒരു സന്മനസ് എൻ്റെ കുട്ടിക്കുണ്ടോ എന്ന്. കാരണം ഇന്ന് ടെക്നോളജിക്കലായിട്ട് കുട്ടികളുടെ മൈൻഡെല്ലാം മാറി. എല്ലാവരും ഐ.ടിയിലും മൊബൈലിലും മറ്റുള്ള എന്തൊക്കെ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്നോ അതിൻ്റെ സ്രോതസ്സിലിരിക്കുകയാണ് കുട്ടികൾ. അവരെ തിരിച്ചു വിളിക്കാൻ നല്ല പെടാപ്പാടാണ്. ഇത് സമ്മാനിച്ചത് നമുക്ക് കൊറോണയാണ്. ഇവിടെ കൊറോണയ്ക്ക് മുമ്പുള്ള സെൻറ്ററിൻ്റെ പ്രവർത്തനം ഞാൻ കേട്ടു, നല്ല ഉഷാറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആഫ്റ്റർ കൊറോണ വളരെ വീക്കായിട്ടാണ് ദഅ്വാരംഗം ഇവിടെ നല്ല നാട്ടിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും എന്തെങ്കിലും ദഅ്വാരംഗത്ത് എന്തെങ്കിലും പ്രവർത്തനത്തിൻ്റെ പറയുകയാണെങ്കിൽ കൊറോണയുടെ ഒരു റീസൺ പറയും. പക്ഷെ നമ്മളെ കല്യാണങ്ങളും വിവാഹങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടന്ന് ഭംഗിയായി പോകുമ്പോഴും ദഅ്വാരംഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ കൊറോണയുടെ ഒരു പൊരുൾ നമുക്ക് ഇപ്പോഴും ഒരു ക്ഷീണമായിട്ട് പറയാറുണ്ട് നമ്മൾ. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാട്ടെ. അതോടൊപ്പം നമ്മൾ പീസ് റേഡിയോൻ്റെ വിങ്ങും കൂടി നമ്മൾ ചലിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങളൊരു പ്രാർത്ഥന വേണം. നമ്മളെ സെൻറ്ററിൽ അതിൻ്റെ സ്റ്റുഡിയോ സംവിധാനം നമ്മൾ ഇൻഷാ അല്ലാഹ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ആ സ്റ്റുഡിയോ നിർമ്മിക്കണം. ഇവിടുന്ന് വരുന്ന പണ്ഡിതന്മാരെല്ലാം അവരുടെ പ്രഭാഷണങ്ങൾ, വാക്കുകൾ, അവരുടെ നല്ല കാര്യങ്ങളെല്ലാം ഫയലാക്കി റേഡിയോയിൽ കൂടെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ 24 hour 7 days ഒരാഴ്ചയിൽ 7 ദിവസവും നിൽക്കാതെ 365 ദിവസം ഒരു സെക്കൻഡ് പോലും ദഅ്വാരംഗം നിൽക്കാതെ പ്രവർത്തിക്കുന്ന നമ്മളുടെ
ഓൺലൈൻ റേഡിയോ, അതിനെ സ്നേഹിക്കുക. അത് നമ്മൾ ആപ്പ് നമ്മൾ കേൾക്കുക. ദിവസം ഒരു പരിപാടിയെങ്കിലും നമ്മൾ ആ റേഡിയോയ്ക്ക് വേണ്ടി കേൾക്കുക. അതിനെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പ്രാർത്ഥന ഉണ്ടാകുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തായിട്ട് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി റിയാസ് സാഹിബിനെ ക്ഷണിച്ചു. നമ്മുടെ ബഹുമാനീയനായ മുൻ പ്രസിഡന്റ് അഹമ്മദ് ഖായെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ഇന്ന് പള്ളിയിൽ വെച്ചാണ് പുള്ളിയെ പരിചയപ്പെടുന്നതും സംസാരിച്ചതും. അൽഹംദുലില്ലാ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ മുൻ ഭാരവാഹികളായ ജസാഹിബ്, നൗഷാദ് ഭായ് ഇതെല്ലാം ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും പ്രവർത്തനങ്ങൾ ഈ സെൻറ്ററിന് എത്ര കണ്ട് ഉപകാരപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമ്മുടെ ഈ സെൻറ്റർ. എന്നെ സംബന്ധിച്ച് കേരളത്തിലെ തെക്കേ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ സംഘത്തിൽ അങ്ങനെയുള്ള ഒരു ആൾ ആ പ്രദേശത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളും കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ താമസിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ ബന്ധമാണ്, അതിനപ്പുറത്തേക്കുള്ള ബന്ധമല്ല. ആ ആദർശ ബന്ധം എന്നെ ഇവിടെ എത്തിച്ചത് നമ്മുടെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നുള്ള ആ സംഘത്തിൻ്റെയാണ്. ആ സംഘത്തെ ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നിട്ടിറങ്ങുകയും ചെയ്യണം. അപ്പോൾ അബ്ബാസൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കണ്ണിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നഷ്ടങ്ങൾ തന്നെയായിരിക്കും. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടെ പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ പാഠത്തിൽ മുറുകി പിടിക്കുക. ആ മുറുകി പിടിക്കുന്നതാണ് വിജയിച്ചവർ. അതുകൊണ്ട് നമ്മളെല്ലാവരും പല അഭിപ്രായ വ്യത്യാസങ്ങളും പല വൈവിധ്യങ്ങളിലൂടെ നമ്മളെല്ലാം പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും. പക്ഷെ അതിനുപരി നമ്മളെല്ലാം തന്നെ ഈ സംഘത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇപ്പോൾ അഹമ്മദ് ഖാ അന്ന് പ്രവർത്തിച്ചതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മ ഇന്ന് നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സംഘം ഇതിനേക്കാൾ ഉയരങ്ങളിൽ എത്തിക്കാൻ അല്ലാഹു തആല നമ്മളെ സഹായിക്കും. അത് നിലനിർത്താൻ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള അഹമ്മദ് ഖായ്ക്കും കുടുംബത്തിനും അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും അവരുടെ കുടുംബത്തിനെല്ലാം സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തായി നമ്മുടെ ITA വിങ് കൺവീനർ ഷാജാനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹമ്മദ് ഖാ ഒരുപാട് കാലം നമ്മുടെ കമ്മിറ്റിയിൽ ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ നിഷാന്ത് പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ഇസ്ലാമിക് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മുടെ പല നോട്ടുകളും കണക്കുകളുടെ ഒരു സംഗ്രഹം എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരുപാട് കാലം പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു കാലഘട്ടമായിരുന്നു ഒരു മെയിനായിട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇസ്ലാമിക് സെൻ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും അതാണ് എൻ്റെ മനസ്സിൽ ഉണ്ടാവാറ്. പിന്നീട് വന്നതൊക്കെ ഒരു വേറൊരു എന്തോ ഒരു മിന്നായ പോലെ വന്ന പോലെ മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ റസിയ ടീച്ചർ അവിടെ സ്ത്രീകൾക്ക് എപ്പോഴും ആഴ്ചകൾ തോറും ഖുർആൻ ക്ലാസ്സും മറ്റും നടത്താറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് കൂടുതൽ എല്ലാവരെയും അടുപ്പിച്ച് നിർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് എനിക്ക് എല്ലാം കൂടെ ഓർമ്മയിൽ വരുന്നില്ല, എന്നാലും മറക്കാൻ കഴിയാത്ത ഒരുപാട് ഓർമ്മകളാണ് അന്ന് ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തനത്തിൽ അഹമ്മദ് ഖയുടെ
നേതൃത്വത്തിൽ നടന്നത്. ഒരുപാട് അദ്ദേഹത്തിന് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് കഴിയുന്നിടത്തോളം നമുക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2-3 ആളുകളുടെ പേരും കൂടെ നമ്മൾ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ ആർക്കെങ്കിലും എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ആർക്കും വേണമെങ്കിലും ഒന്ന് സംസാരിക്കാം. പിന്നെ അതുകൂടാതെ പിന്നെ ചെറിയ ഭക്ഷണം ഉണ്ട്, ആരും തിരക്ക് പിടിക്കരുത്. പിന്നെ തൽക്കാലം വയറ് ചെറുതായിട്ട് എന്തെങ്കിലും വിശപ്പടക്കാനുള്ളൊരു സംവിധാനം എൻ്റെ ഇവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം പറയാൻ ഇൻഷാല്ലാ ഹജ്ജ് പെരുന്നാൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാല്ലാ നമ്മുടെ പിന്നെ IMB ആയിട്ട് നമ്മുടെ അബ്ദുറഹ്മാൻ അൻസാരി സാധാരണ വരുന്നതാണ് നമ്മളാൽ. അപ്പോൾ ഇപ്രാവശ്യം മൂപ്പർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാല്ലാ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട്, അതായത് അടുത്ത ആഴ്ച ഇവിടെ ഒരാഴ്ചകളോളം ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ മെയ് 3-ാം തീയതി വെള്ളിയാഴ്ച നമ്മളിവിടെ ഒരു ഹജ്ജിങ് ക്ലാസ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചൊന്ന് മാത്രം. ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരൊക്കെ ഒന്ന് നമ്മൾ മൈൻഡിൽ വരണം. ആരും ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം അറിയിക്കണം. ഇവിടെ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്ന് പോകുന്നവരാണെങ്കിലും ഇവിടുന്ന് പോകുന്നവരാണെങ്കിലും ആരായാലും ഒന്ന് നമ്മൾ പിന്നെ ഉണ്ടെങ്കിൽ പ്രത്യേകം അറിയിക്കണം. ഇൻഷാല്ലാ അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം ഇൻഷാല്ലാ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ്. പിന്നെ അടുത്തതായിട്ട് പിന്നെ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജാബിർ ഭായി 2 വാക്ക് സംസാരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസല്ലം. അഹമ്മദ് സാഹിബിനെ കുറിച്ച് പറയുന്നേരം അഹമ്മദ് സാഹിബ് എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻറ്ററിൻ്റെ ഒരു തൂണായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 5-6 വർഷമെങ്കിലും പ്രസിഡൻ്റായിട്ടുണ്ടാവും അല്ലേ അഹമ്മദ് സാഹിബ്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു സമയമാണ്. കാരണം എല്ലാ മേഖലകളിലും പുള്ളിയുടെ ഒരു കണിശമായ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു നേതൃത്വം ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് നമുക്കും അതിൽ നിന്ന് കുറേ പാഠങ്ങൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പുള്ളിയുടെ ഭാര്യയ്ക്കും ദീർഘായുസ്സും അതുപോലെ ആഫിയത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. നമ്മുടെ സംഘടനയും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രവർത്തനം കൊണ്ട് നമുക്ക് കാഴ്ചവെച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പുള്ളിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഷാഫിക്കാൻ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ശരിക്കും അഹമ്മദ് ഖാനെ പരിചയപ്പെട്ടത് ആദർശപരമായിട്ട് ശത്രുവായിട്ടാണ്. പിന്നെ അൽഹംദുലില്ലാഹ് പിന്നെ മിത്രമായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയായി. അപ്പോൾ എനിക്ക് അഹമ്മദ് ഖാനെ പറ്റി ഉപമിക്കാനുള്ളത് വെച്ചാൽ നമ്മൾ ഉപ്പ് പോലെ ഇരിക്കും. ഉപ്പിൻ്റെ പോയെന്നാൽ എല്ലാവർക്കും അറിയാലോ, എന്തിനും ഏതിനും വിളിക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല, എന്താവശ്യത്തിനും മുൻകൂട്ടി നമുക്കത് ഞാൻ മൂപ്പറിൽ പോകുന്ന സമയത്ത് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഇത് മൂപ്പർ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ട് കാര്യത്തിൽ. പക്ഷെ അൽഹംദുലില്ലാഹ് അതിനുശേഷം വന്നാലും പിന്നെ കുഴപ്പമില്ല. പിന്നെ വേറെ എന്താ പറയുക വെച്ചാൽ അഹമ്മദ് ഖാൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കത് ആരും പൂർത്തീകരിക്കാൻ പറ്റില്ല. ഓരോ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആ സമയത്തെല്ലാം പിന്നെ സെൻട്രൽ വേണ്ടിയായാലും നമുക്ക് വേണ്ടിയിട്ടായാലും അൽഹംദുലില്ലാഹ് ഇന്നും മൂപ്പർക്ക് പ്രവർത്തിക്കാനും മുന്നോട്ട് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സ് വാഫിയത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ട്രഷറർ രാജൻ ക്ഷണിച്ചുകൊണ്ടിരുന്നു.
അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഒരു സ്നേഹ സംഗമത്തിലാണ്. നമ്മുടെ മുൻ പ്രസിഡന്റ് ഒമാനിൽ എത്തിയതുമായി ബന്ധപ്പെട്ട്, അഹമ്മദ് സാഹിബ് ഒമാനിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അഹമ്മദ് സാഹിബിൻ്റെ ഇവിടെ ഈ സെൻറ്ററിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഇവിടെയുള്ള മുൻ പ്രവർത്തകർക്ക് അതിൻ്റെ ആ ഒരു ഓർമ്മകൾ കാരണമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചെന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് അഹമ്മദ് സാഹിബിനെ നേരിട്ട് അറിയില്ല, കാരണം ഞാൻ വന്നിട്ട് ഇവിടെ 2 വർഷമായിട്ടുള്ളൂ. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ സെൻറ്ററോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ ആളുകൾ മാത്രം ഇവിടെ, കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. കൊറോണയും കോവിഡും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ച് ആളുകൾ മാത്രം നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സെൻറ്ററോ ഒന്നും ഇല്ലാത്തൊരു 0 എന്നുള്ള ലെവലിൽ, പക്ഷേ നമ്മൾ മുന്നേ പ്രവർത്തിച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു ആർജവം അല്ലെങ്കിൽ ആ ഒരു ഊർജം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഇങ്ങനെ ഒരു സെന്ററും ഇതിന്റെ പ്രവർത്തനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചത്. അപ്പം നമ്മൾ ഇനിയും ഈ ഒരു പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയും ഒരുപാട് അഹമ്മദ് സാഹിബുമാരും അതുപോലെ ഒരുപാട് ഇപ്പം നമ്മുടെ അധ്യക്ഷ ആയിട്ട് നിൽക്കുന്ന സാജിദ് കാക്ക ചിലപ്പോൾ അന്ന് ഒരു എളിയ പ്രവർത്തകനായിരിക്കാം, എനിക്കറിയില്ല. അപ്പം ഇനിയും ഒരുപാട് സാധ്യതമാരൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി എല്ലാ മേഖലകളിലേക്കും എത്തുന്ന രൂപത്തിൽ, ഇപ്പോൾ പറഞ്ഞല്ലോ ഹജ്ജ് പഠന ക്യാമ്പും ഹജ്ജ് യാത്രയയപ്പും, ഇവിടെ മലയാളികളായിട്ടുള്ള എല്ലാ ആളുകൾ ഹജ്ജിന് പോകുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം, നമ്മളൊരു ക്ലാസ്സും അതുപോലെ അവർക്ക് എന്താണ് ഹജ്ജ്, ഇങ്ങനെയാണ് ഉള്ള അനുഭവങ്ങൾ വിശദീകരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അൻസാരി വരുന്നതുമായി ബന്ധപ്പെട്ട് അബ്ദുറഹ്മാൻ അൻസാരിയെ ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മദ്രസ, പുതിയ മദ്രസ അധ്യയന വർഷം നമ്മൾ പുതിയ കുട്ടികളെ ചേർക്കുക. ഇവിടെ പരിസരത്തുള്ള ഒരുപാട് പുതിയ ആളുകൾ ഉണ്ടാവും. കാരണം ഈ കോവിഡിന് ശേഷം പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടല്ലോ. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മാറി ഒമാനിലേക്ക് വന്നതായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ പല ചേഞ്ചസ് വന്ന സമയമാണിത്. അപ്പം നമുക്ക് ഒരുപാട് ആൾക്കാരെ, പുതിയ ആളുകളെ കണ്ടെത്താനും അത് അവരെ സെന്ററുമായിട്ട് ബന്ധപ്പെടുത്താനും നമുക്ക് പറ്റിയൊരു സമയം എന്നുള്ള നിലക്ക് നമ്മൾ പുതിയ അധ്യയന വർഷത്തിന്റെ അഡ്മിഷനൊക്കെ കാര്യങ്ങളിലും എല്ലാവരും സഹകരിക്കുക. അങ്ങനെ നമ്മുടെ സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ മേഖലകളിലും എത്തിപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഓരോരുത്തരും മുന്നിലുള്ളത്. ഈ സെന്റർ ഈ രൂപത്തിലാക്കിയതിനുള്ള എല്ലാ എന്താ പറയാ, എല്ലാ ക്രെഡിറ്റും മുന്നിലിരിക്കുന്ന ഓരോരുത്തർക്കാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഒരു സെന്റർ ഇത്രയും ലെവലിലെത്തിക്കുക എന്നുള്ളത് ഒരാളെ കൊണ്ടോ 2 ആളെ കൊണ്ടോ പറ്റുന്നതല്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും സഹകരിക്കുകയും സഹായിക്കുകയും അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇനിയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ആളുകളിൽ നിന്നും ആ സഹകരണവും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത വേറൊരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. പിന്നെ 5 പെരുന്നാളിന് മുമ്പായിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ, അതായത് നമുക്ക് ഈദ്ഗാഹിലെല്ലാം തീരുന്നത് അപ്പോളോ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവരുമായിട്ടൊന്ന് കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് എന്നുള്ളൊരു പദ്ധതി നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ക്യാമ്പും കാര്യങ്ങളും, അതായത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈദ്ഗാഹിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ്. അതുകൂടെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ അവരവരുടെ പ്രൊമോഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഇതേപോലൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൻ്റെ അതിലെ. അതിനുശേഷം ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്, അതൊന്നും ഷെയർ ചെയ്തതൊന്നും മാത്രം. അടുത്തത് നമ്മുടെ നമ്മുടെ പീസ് റേഡിയോ കൺവീനർ PTK അബ്ദുള്ള 2 വാക്ക് സംസാരിക്കുന്ന വിഷയം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൾക്കാരിലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ, കൺവീനർമാരുണ്ട്. 2 വാക്കുകളോടും സംസാരിക്കുക. അമൽഖാനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ വരുന്ന സമയത്ത് തന്നെ സെൻറ്ററിലുണ്ടായിരുന്ന ഒരാളായിരുന്നു. ശരിക്ക് ഇസ്ലാം പ്രസ്ഥാനമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മൾക്ക്. അന്ന് മുതൽ നമ്മൾക്ക് നാട്ടിൽ പോകുന്ന സമയം വരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്കുള്ള ഒരു നല്ല കാലഘട്ടം ആയിരുന്നു സെൻട്രലിൽ ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് തുടർന്ന് വീണ്ടും നമ്മുടെ കൂടെ പ്രവർത്തിക്കാനും നമുക്ക് നേതൃത്വം നൽകാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ പീസ് റേഡിയോയുടെ കാര്യം ഇൻഷാ അല്ലാഹ് അത് ഞാനതിൽ കൂടുതലായിട്ടില്ല. ഹംസ സാഹിബാണ് ഉള്ളത്. ഹംസ ഇന്നിവിടെ ഇല്ല. ഇൻഷാ അല്ലാഹ് അബ്ബാസ് സാഹിബും ഹംസ സാഹിബും കൂടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. കൂടുതലായിട്ട് ടീമിൽ ഞാനുണ്ട്, പക്ഷെ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കത് എന്തില്ല ഇതാ അബ്ബാസ് ഹംസ സാഹിബും പറയുന്നതായിരിക്കും നമ്മളോട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വേദി എന്ന് വെച്ചാൽ എല്ലാവർക്കും നന്ദി അറിയിച്ചോളാം. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഇതിൽ ഉണ്ട്. അതായത് നമ്മൾ ഓരോ ക്ലാസ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതായത് ഓരോ ക്ലാസ് കഴിഞ്ഞ് ഓരോ വെള്ളിയാഴ്ചയുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നമ്മളിവിടെ വന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലാസ്സോ ഹദീസോ എന്തെങ്കിലും അങ്ങനെയൊന്നും ഒരു പദ്ധതി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് നമ്മുടെ മനസ്സിലെന്ത് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് പിന്നെ സക്കാത്തിൻ്റെ കൺവീനർ മുഹമ്മദ് മുനീർ സാഹിബിനെ 2 വാക്ക് സംസാരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവാം. എല്ലാവരും പറഞ്ഞ പോലെ എപ്പോഴും കണ്ട് പരിചയമുള്ളവരുണ്ട്. പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും ഒന്ന് മാത്രമുള്ളതാണ്. നമുക്ക് വളരെ ഞാൻ ഉണ്ടാകുമ്പം തന്നെ നിഷാഖിം പറഞ്ഞ മതി ഒരു ബുക്ക് എടുത്തിട്ട് വെറ്റ്സംഖ്യയും ആ ഒരു പരിചയം എനിക്കുള്ളൂ. അന്ന് ഞാൻ എക്സിക്യൂട്ടീവിലൊന്നുമില്ല, ഒരു മെമ്പർ എന്ന നിലക്ക് ആ ഒരു പരിചയമുള്ളൂ. എന്നാലും നല്ലൊരു ഒരടുപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നാട്ടിൽ വിളിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ വൈഫ് റസിയ ടീച്ചർ കുറച്ച് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. റസി ടീച്ചറും മറ്റേ റിയാസ് മൗലവി ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടാക്കുന്ന മകന് ഒരു പഠിക്കാനൊരു മുന്നോട്ട് ഊർജ്ജം കിട്ടിയത് അൽഹംദുലില്ലാഹ്. അത് നല്ലൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ആ നിൽക്കാൻ എല്ലാവർക്കും ഇനി തുടർന്ന് ഇവിടെ ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും തുടങ്ങിയിരുന്നത്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അതേപോലെ സെൻട്രൽ വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന അഹമ്മദ് ഖാനാണ്. പക്ഷേ അഹമ്മദ് ഖാൻ സെൻട്രൽ വന്ന ഉടനെ അഹമ്മദ് ഖാൻ പോയി ഇവിടുന്ന്. അതുകൊണ്ട് അഹമ്മദ് ഖാൻ അത്ര വലിയ പരിചയം എനിക്കില്ല. പിന്നെ പക്ഷേ ഇവിടുന്ന് ഞാൻ നമ്മൾ കാണുമ്പോൾ വിചാരിച്ച ഒരു പ്രായമുള്ള ഒരു മനുഷ്യനിങ്ങനെ ഇതാണോ സെൻട്രൽ പ്രസിഡന്റ് എന്നൊക്കെ. പക്ഷേ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. എപ്പോഴും മുപ്പത് ഒരു ബുക്ക് ഉണ്ടാവും. അത് മാത്രമല്ല എല്ലാവരും കാണും. ഞാനൊന്നും വന്ന് പുതിയ ആളാണെങ്കിലും എന്നോട് എപ്പോഴും കണ്ടാലും എന്നോട് ഭയങ്കര ഇതായിരുന്നു. എല്ലാവരും ഒരു മിതമായ രീതിയിൽ എല്ലാവരും നല്ലൊരു കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. മൂപ്പർ പോയപ്പോഴാണ് മൂപ്പർ വില അറിയുന്നത്. അന്നേരം ആദ്യം വന്നവിടെ എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ എൻ്റെ വൈഫ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ടീച്ചറെ പറ്റിയിട്ട്. ടീച്ചർ എപ്പോഴും പറയുന്ന ടീച്ചർ ഇങ്ങനെ നല്ല ക്ലാസ് ആയിരുന്നു അതൊക്കെ. പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് മൂപ്പറെ പറ്റി പറഞ്ഞാൽ അവസാനിക്കുകയില്ല. അതിനടുത്ത് ബാക്കി എൻ്റെ ശേഷം വരുന്നത് പറയും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇനിയും പിന്നെ എന്തെങ്കിലും രണ്ട് വാക്ക് പറയാൻ അശ്രഫുണ്ട്. അഹമ്മദ് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഒരു കുടുംബം പോലെ ഒന്നിച്ച് അപ്പുറപ്പുറം കഴിഞ്ഞ് എല്ലാത്തിലും അഹമ്മദ് ഖാൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ യാത്ര. അതുപോലെ തന്നെ റസീത്തയും വനിതാ വിങ്ങിന് വളരെ ഉപകാരപ്രദമായൊരു ടീച്ചറായിരുന്നു. എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അത് അഹമ്മദ് ഖാൻ്റെ കാലത്ത് ഏറ്റവും 3 സാരഥികളാണ്. ഒന്ന് അഹമ്മദ് ഖാൻ, ഒന്ന് നമുക്ക് കെ അഷ്റഫ് ഖാൻ, ഒന്ന് നമുക്കൊരിക്കലും വിസ്മരിക്കപ്പെടാത്ത നമ്മുടെ കുഞ്ഞിക്ക. അദ്ദേഹത്തിന് ഏറ്റവും പെട്ടെന്ന് സുഖമായി വരാനും നമ്മളിവിടെ പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഇവിടെ സഹീർക്ക മുഖം ക്ഷണിച്ചു 2 വാക്ക് സംസാരിക്കും. സഹീർക്ക് അഹമ്മദ് ഖാനെ അറിയായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് പരിചയപ്പെടുന്നതോട് ആകാവുന്നില്ല. അസ്സലാമു അലൈക്കും. അഹമ്മദ് ഖാനെ എനിക്ക് പരിചയമില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് സെൻറ്ററുമായി ബന്ധപ്പെട്ടതൊക്കെ. കൂടുതലും പിന്നെ കുട്ടികളെ മദ്രസയിലായിട്ട് നേരത്തെ കുട്ടികളെ മദ്രസയിലുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇടക്കാലത്ത് പിന്നെ കോവിഡും അതിൻ്റെ ശേഷമുള്ള യാത്രാ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, ഡിസ്കണ്ടിന്യൂ ആയി. എനിക്കൊന്ന് അഹമ്മദ് ഖാൻ്റെ പേരക്കുട്ടികളാണ് സാറ അല്ലേ? ഓക്കെ, ഇപ്പോൾ ആളെ ശരിക്കും മനസ്സിലായത്. നമുക്ക് പോകുന്ന സമയത്ത് പിന്നെ എൻ്റെ വൈഫ് ഒരു വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അന്ന് ടീച്ചർ കുറേ ബുക്സൊക്കെ കൊടുത്തിരുന്നു. പിന്നെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല, രണ്ടുപേരും പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ അവർ പേരക്കുട്ടിയായിട്ടുള്ള സാറ, പിന്നെ വേറെ മോളുണ്ട്, അവരുടെ സഫ. അപ്പോൾ അവരുടെ വൈഫാണ് പിന്നെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ പിന്നെ ദിവസം വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിചയം. പിന്നെ ഇപ്പോൾ സെൻറ്ററുമായിട്ട് ഇപ്പോൾ കൂടുതലിപ്പോഴാണ് പിന്നെ സൗകര്യപ്പെടുന്ന കാര്യം ജോലി സംബന്ധമായിട്ടും. പിന്നെ ഞാൻ പിന്നെ ഒമാൻ ക്രിക്കറ്റിൽ അമ്പയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒരു ആഴ്ചയിൽ 7 ദിവസവും ജോലിയാണ്. അപ്പോൾ അത് കാരണം കുറേ ഡിസ്കണ്ടിന്യൂസ് വന്നിട്ടുണ്ട്. സാജിദ് ഭായി സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്നതാണ്. അപ്പോഴൊക്കെ ഓരോ എക്സ്ക്യൂസസാണ് കാരണം. ഇൻഷാ അല്ലാഹ് ഇനി ഉള്ള ദിവസം ഇപ്പോൾ മദ്രസ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മദ്രസയിലെ കുട്ടികളെ അയക്കാനും തുടർന്ന് എല്ലാവരുമായിട്ട് സഹകരിക്കാനും ഇൻഷാ അല്ലാഹ് അതാണ് നമ്മളെ പ്ലാൻ. പിന്നെ പറഞ്ഞ പോലെ മസാഹിബിനെ ഇപ്പോൾ കാണാനും പിന്നെ എല്ലാവരും ഈ ഒരു ഇതിൽ ഉൾപ്പെടാനും കഴിഞ്ഞതിൽ സന്തോഷം. അസ്സലാമു അലൈക്കും. സ്റ്റേജിൽ കയറി വരയ്ക്കുന്ന പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല. പിന്നെ ഇനി 2-3 മുഖങ്ങളും കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ 2 സംസാരിക്കുന്നത്. അതുപോലെ നാസർക്കാം എന്തെങ്കിലും സംസാരിക്കാൻ. ഇനി അതിൽ കൂടുതൽ ഒരു കാര്യം പറയാം. നമ്മുടെ പിന്നെ അഹമ്മദ് ഖാൻ്റെ പേരക്കുട്ടി പിന്നെ ഹോസ്പിറ്റലാണ്, സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ 2 ദിവസമായി അഡ്മിറ്റ് ആയിട്ടുള്ളത്.
ചെറിയ കഫക്കെട്ടിൻ്റെ ബന്ധപ്പെട്ടാണ്. എന്തായാലും എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്താം. പലരും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുഹമ്മദ് കുഞ്ഞിക്ക പല ആൾക്കാരും കുറേ പ്രയാസങ്ങളാണുള്ളത്. എല്ലാവരും ഇവിടെ എപ്പോഴും ദുബായിൽ ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജിയാദക്കാർക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുന്നത്. ഇല്ല ഓക്കെ, എന്നാൽ പിന്നെ സമയം കളയുന്നില്ല. ഇൻഷാല്ലാ പിന്നെ പറഞ്ഞ പോലെ അമീർഖാൻ്റെയും പിന്നെ റസിയാത്തിൻ്റെയും കാര്യങ്ങൾ പലരും പല കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത ഒരു കാര്യം എത്ര കാലം നമ്മൾ ഈ സെൻറ്ററും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ടോ അതിൻ്റെ ഒരു പുണ്യം അതിൻ്റെ അതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അത് ആരായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് നമുക്ക് എന്താണോ നമുക്ക് ഈ ഒരു മേഖലയിൽ ചെയ്യാൻ പറ്റുന്നത് നല്ല മാർഗത്തിൽ ആ ഒരു നീതിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതെന്താണോ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അതിലെല്ലാവരും എപ്പോഴും സജീവമായിരിക്കുന്ന ഒന്നും കൂടെ ഉണർത്തണം. ഇൻഷാല്ലാ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇൻഷാല്ലാ പിന്നെ ഒരു കാറ് ഷാഫിക്കാനാണോ വണ്ടി അവിടെ ബ്ലോക്ക് ചെയ്തിട്ടോ സംശയമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാൻസ് ഷട്ടർഷന് ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും. എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം ഇത് പരിപാടിയുമായി സഹകരിച്ച പിന്നെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഒമാനിലെത്തിയപ്പം നമ്മളെ അറിയിച്ച് ഇവിടെ എത്തിയ അഹമ്മദ് സാഹിബിനും പിന്നെ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ മീറ്റിംഗ് പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.